കാണിക്കാം, അതിനുശേഷം സംസാരിക്കാം. വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായ വീഡിയോയാണ്. നമ്മൾ എന്താ പറയുക, എന്ന് ഉണരുമ്പോൾ നമ്മൾ ഒരു സന്തോഷം കണ്ടെത്താൻ ഫേസ്ബുക്കിൽ കയറുമ്പോൾ കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞാൽ സങ്കടകരമായ കാഴ്ചകളാണ്. കണ്ടോ, ഒരു മകനെ തല്ലുന്നതാണ്, വളരെ മൃഗീയമായി തല്ലുന്നതാണ്, വാക്കത്തിയൊക്കെ കയ്യിൽ വെച്ചിട്ട് തല്ലുന്നതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എനിക്ക് എന്ന്. അതായത് നമ്മൾ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വസ്ത്രം കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടൊരു സാധനം കൊണ്ടുവരുമ്പോൾ എനിക്കും കൂടെ തടാ എന്ന് പറഞ്ഞ് നമ്മൾ മത്സരിച്ച് പങ്കുവെച്ച് ചോദിക്കൂലേ, അതുപോലെ ഒരു മൃഗീയമായ ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നതാണ്. അപ്പോൾ പറയാണ് ഞാനൊന്ന് അടിക്കട്ടെ അങ്ങോട്ട് മാറുക എന്ന് പറയുകയാണ്. കുഞ്ഞിനെ കണ്ടോ, ആ കുഞ്ഞ് പറയുന്നു വയ്യടാ, ഇനി എന്നെ തല്ലല്ലടാ, വിട്ടേക്കടാ, വയ്യടാ എന്ന് ആ കുഞ്ഞ് കെഞ്ചി വീണ ആ കുഞ്ഞ് കെഞ്ചി ചോദിക്കുകയാണ്. ഈ മൃഗീയമായ നാശങ്ങൾ പറയാണ്, മാറടാ, ഞാനൊന്ന് അടിക്കട്ടടാ, എനിക്ക് എന്താണിത്? ഈ ലോകം എങ്ങോട്ടാണ് പോകുന്നത്? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയങ്ങ് തുടങ്ങുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ലോകം, ഈ സർക്കാരിന് കണ്ണില്ലേ? സർക്കാരാണ് ഇത് അത്രയും നാശങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാനങ്ങനെ പറയും. കാരണം മയക്കുമരുന്നും കഞ്ചാവും ബ്രൗൺ ഷുഗറും ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കൾ എവിടെന്നോ ഉണ്ടാക്കി ഓരോ കമ്പനികളിലും വെച്ച് ഓരോ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നത് ഈ സർക്കാർ തന്നെയാണ്. ഈ സർക്കാരെ വേണം ആദ്യം തല്ലിക്കൊല്ലാനായിട്ട്. ഞാനതേ പറയുള്ളൂ. എന്നെ സെൻട്രൽ ജയിലിൽ അടച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാൽ പറയാനുള്ള തുറന്ന് പറയണമല്ലോ. എത്രയോ മക്കളുകൾ നശിച്ചു പോവുകയാണെന്നറിയോ, എത്ര കുഞ്ഞുങ്ങളാണെന്നറിയോ ജീവിതം തൊലിഞ്ഞു പോകുന്നത്. സന്തോഷമായി ഒരുമിച്ച് കൂട്ടുകെട്ടുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചിരിച്ച് കളിച്ച് പങ്കുവെച്ച് പോകാനുള്ള കുട്ടികൾ നശിച്ചു പോവുകയാണ്. ഒരു ഫുഡിന് വേണ്ടി മത്സരിക്കുന്നത് പോലെ എനിക്ക് താടാ എന്ന് പറഞ്ഞ് അവർ വീഡിയോ എടുക്കുന്ന, അവർ ചിന്തിക്കുന്നില്ല നാളെ നമ്മൾ സെൻട്രൽ ജയിലിലാണ് അല്ലെങ്കിൽ ജയിലിലാണ് നമ്മൾ പോണതെന്ന് അവർ ചിന്തിക്കുന്നില്ല. മൃഗീയമായ ആ കുഞ്ഞിനെ അങ്ങ് ഉപദ്രവിക്കുകയാണ്. ജനങ്ങളെ, നിങ്ങളിത് കാണുന്നില്ലേ? എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പ്രതികരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ ഉള്ളതിനൊന്നും ജയിലിൽ വിട്ട് കൊടുക്കരുത്. നമ്മൾ തന്നെ പ്രതികരിക്കണം. നമ്മൾ ജനങ്ങളായ നമ്മൾ ഒത്തൊരുമയോടെ നിന്ന് നമ്മൾ തന്നെയാണ് പ്രതികരിക്കേണ്ടത്. ആ കുഞ്ഞിനെ എന്ത് ചെയ്തോ അതേപോലെ ഈ ചെയ്തവന്മാരെയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാരുടെ മക്കളായാലും എല്ലാവരുടെയും മക്കൾ എല്ലാവർക്കും വലുത് തന്നെയാണ്. ഒരാൾക്ക് വേദനിച്ചാൽ അതുപോലെ മറ്റൊരാൾക്കും വേദനിക്കണം. എങ്കിലേ മനസ്സിലാക്കൂ ഇനി ഒരാളെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇത് കണ്ടപ്പോൾ സഹിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെ ഉണരുമ്പോൾ തുറന്നാൽ ആദ്യം കാണുന്ന കാഴ്ച സങ്കടകരമായ കാഴ്ച. കാണാൻ അതേ ഉള്ളൂ. ഒരു സന്തോഷമായൊരു കോമഡിയോ ഒന്നുമില്ല. നമ്മൾ സെർച്ച് ചെയ്താൽ മാത്രമേ കാണുന്നത്. നമ്മൾ ജസ്റ്റ് ടെൻഷൻ ചെയ്യിക്കുമ്പോൾ സെർച്ചൊന്നും ചെയ്യാൻ നോക്കത്തില്ല. നമ്മൾ ഫസ്റ്റ് ആദ്യം തുറക്കുന്നത് എന്തെങ്കിലും കാണാമെന്ന് പറഞ്ഞേക്കാം. ആദ്യം കാണുന്ന കാഴ്ച വെട്ട്, കുത്ത്, കൊല, സങ്കടകരമായൊരു കാഴ്ചയാണ്. പറയാതിരിക്കാൻ വയ്യ, സത്യം പറയാതിരിക്കാൻ വയ്യ. ഇതിനെന്തെങ്കിലും ഒരു നടപടി ജനങ്ങളായ നമ്മൾ എടുത്ത് തന്നെ ആകണം. ആ മന്ത്രി കസാരയിലിരിക്കുന്ന മന്ത്രിമാരൊന്നും ഇതിനു വേണ്ടി പരിശ്രമിക്കുകയില്ല. നാട് നന്നാക്കാൻ അവർ നോക്കുകയില്ല. അവരുടെ ഖജനാവ് എങ്ങനെ നിറയ്ക്കാം, അവരുടെ ബാങ്ക് എങ്ങനെ നിറയ്ക്കാം എന്നേ അവർ ചിന്തിക്കും. ഒരിക്കലും മക്കളെ നന്നാക്കാനോ ജനങ്ങളെ നന്നാക്കാനോ അവർ ശ്രമിക്കില്ല. അവർക്കതിൻ്റെ ആവശ്യവുമില്ല. ജനങ്ങളായ നമ്മൾ ഇറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള നാശനഷ്ടങ്ങൾ, അതായത് ഈ ലഹരി വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഫാക്ടറി, ലഹരി വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലം, അവിടെയൊക്കെ പോയി അതിനെയൊക്കെ ഒട്ടിച്ച് നശിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കത്തി നശിപ്പിച്ച് കളയണം എല്ലാ സാധനത്തിനെയും. ഒരുത്തം പോലും ലഹരി വസ്തുക്കൾ വിൽക്കാനോ അല്ലെങ്കിൽ അത് കൊണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാനോ ഉള്ള അനുമതി ഉണ്ടാക്കരുത്. അത് ജനങ്ങളായി നമ്മൾ ഇറങ്ങി ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ സർക്കാരിന് വിട്ടുകൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. ഇത് ഒരു കാലത്തും നടക്കാനും പോണില്ല. ഇങ്ങനെയുള്ള സാധനങ്ങൾ അടച്ചുപൂട്ടാനും പോണില്ല. അടച്ചുപൂട്ടിയിട്ട് ഇനിയെങ്കിലും ജനങ്ങൾക്ക് സന്തോഷമായി ജീവിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. എത്രയും കുടുംബങ്ങളാണ് കണ്ണീരിലാവുന്നതെന്നറിയോ? കള്ള് കുടിച്ചിട്ട് ഓരോരുത്തർ വീട്ടിൽ ചെന്ന് വെട്ടും കുത്തും കൊലയും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. മനസ്സമാധാനമുണ്ടോ? സന്തോഷമുണ്ടോ? ഉയിര് പേടിച്ചിട്ട്, അതായത് നാളെ രാവിലെ ഞാൻ ഉണ്ടാകുമോ അല്ലെങ്കിൽ എണീക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ട് ഒരു നാളെങ്കിലും ഉറങ്ങാൻ പറ്റുമോ? പറ്റില്ല. കാരണം ഈ ലഹരി വസ്തുക്കളാണ്. ഒരു കുഞ്ഞ് വന്നിരുന്ന്
ചാനലിലെ കുഞ്ഞ് സ്വയമേ പറയുന്നത് ഞാൻ കേട്ടു. ഈ ലഹരി വസ്തു കാരണം എൻ്റെ അമ്മയെ തല്ലേണ്ട ഒരവസ്ഥ എനിക്കുണ്ടായി, എൻ്റെ അമ്മയെ ചീത്ത പറയാനുള്ളൊരവസ്ഥ എനിക്കുണ്ടായി. ഞാനിപ്പോൾ അത് ഒരു തവണ ഉപയോഗിച്ചപ്പോൾ എനിക്കത് കിട്ടാതിരുന്നിട്ട് പറ്റുന്നില്ല. അത് കാരണം ഞാൻ പല പ്രാവശ്യവും പൈസ കക്കേണ്ട ഒരവസ്ഥയുണ്ടായി. ആ കുഞ്ഞ് പറയുന്നതാണ്. ഒരു കുട്ടികൾ ഇതുപോലെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ ആ കുട്ടി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ സത്യം തന്നെയാണ്. ഒരിക്കൽ നമ്മൾ അതിലേക്ക് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ നിന്ന് മുക്തനാവാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു വരാൻ, അല്ലെങ്കിൽ പുറകിലോട്ട് വരാൻ ഒരിക്കലും കഴിയില്ല. നമുക്കത് വേണം, അത് കൂടിയേ തീരൂ. അത് നമ്മൾ ആ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ അമ്മയാണോ അച്ഛനാണോ പെങ്ങളാണോ എന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ആ ലഹരിയുടെ ഒരു പവർ എന്ന് പറയുന്നത്. ഈ ലഹരി നിർത്താൻ ഈ സമൂഹത്തിൽ ഈ സർക്കാരിന് കഴിയില്ലേ? വേറെ എന്തെല്ലാം വിധത്തിൽ കാശുണ്ടാക്കുന്നു. ഒരു പെട്രോൾ പമ്പിൽ പോയാലും പൈസ കൂടുതലാണ്, സാധനങ്ങൾ മേടിച്ചപ്പോൾ എല്ലാത്തിൽ നിന്നും കൊയ്തെടുക്കയില്ലേ? ഈ ലഹരികളെങ്കിലും നിർത്തലാക്കിക്കൂടി ആ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ആ കുടുംബങ്ങൾ രക്ഷപ്പെടൂലേ? ഇവരെയൊക്കെ നശിപ്പിച്ചുകൊണ്ട്, ഇവരെയൊക്കെ നാനാവിധമാക്കിക്കൊണ്ട് ഇവർക്ക് എന്ത് കിട്ടാൻ പോകുന്നു? ഇവർക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത്? മറ്റൊരാളെ വേദനിപ്പിച്ചുകൊണ്ട് എന്ത് സന്തോഷമാണ് ഇവർക്ക് കിട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. എത്രയോ കുടുംബങ്ങൾ തൊലഞ്ഞു പോകുന്നു, എത്രയോ കുടുംബങ്ങൾ. കൊച്ചു കുട്ടികൾ വരെ ലഹരിക്ക് അടിമയാവുകയാണ്. സിഗരറ്റ് വലിക്കുകയും കഞ്ചാവ് അടിക്കുകയും എന്തൊക്കെയോ ലഹരി വസ്തുക്കൾ, പേര് പോലും എനിക്ക് പറയാനറിയില്ല. അമ്മാതിരിയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നശിച്ചു പോവുകയാണ് കുട്ടികൾ, നശിച്ച്. ഇതിനൊരു തീരുമാനം ജനങ്ങളായ നിങ്ങളെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അധികാരികളോട് നമ്മൾ പറഞ്ഞു മടുത്തു, മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ തന്നെ ഇവരെ കൈകാര്യം ചെയ്യും. ഇമ്മാതിരി തെമ്മാടിത്തരം കാണിക്കുന്നത് കൊച്ചായാലും വലുതായാലും അവരെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം. സർക്കാരിന് വിട്ടു കൊടുക്കരുത്. സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി ജാമ്യത്തിൽ ഇറങ്ങിയാൽ വീണ്ടും ഇത് തന്നെ ചെയ്യും. പഠിച്ചതല്ലേ പാടൂ, പഠിക്കാത്തത് പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നിട്ടിറങ്ങണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെയുള്ള നാശങ്ങളൊക്കെ കയ്യും കാലിനെ അടിച്ചൊട്ടിക്കണം. കയ്യും കാലും ഇല്ലാതെ ഇഴഞ്ഞു പോയി ഭിക്ഷ എടുക്കുമ്പോഴേ അതിൻ്റെ വേദന എന്താണെന്ന് മനസ്സിലാകും. സത്യം പറഞ്ഞാൽ മടുത്തു. കലിപ്പോട് കലിപ്പ്, ഒരു നാളെ കലിപ്പും തീരില്ല. സന്തോഷമായിട്ട് ഒരു രാത്രിയെങ്കിലും ഉറങ്ങാമെന്ന് വിചാരിച്ചാൽ നടക്കത്തതേയില്ല. ഇനി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ മതിയാവും.